എല്ലാവർക്കും നമസ്കാരം. വൺ നേഷൻ വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലത്തേക്ക് മാറാനായി നമ്മുടെ രാജ്യവും ശ്രമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നടന്നു വരികയാണ്. പല രാഷ്ട്രീയ പാർട്ടികളും ഇതിനോടകം തന്നെ ഇതിനോട് അനുകൂലമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ചില പാർട്ടികൾ എതിർക്കുന്നുമുണ്ട്. ഇതിന് അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്നതെല്ലാം തന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ് എങ്കിൽ, എതിർക്കുന്ന ആൾക്കാർ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയ്ക്ക് മൊത്തത്തിലുണ്ടാകാവുന്ന ദോഷങ്ങളെക്കുറിച്ചാണ്. ഈ രണ്ട് വശവും ഈ വീഡിയോയിൽ പരിശോധിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, നിലവിലുള്ള വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പ്രോജക്റ്റിനോട് ആശയപരമായിട്ടുള്ള യോജിപ്പ് എനിക്കില്ല. അതിനുള്ള കാരണങ്ങളും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. വൺ നേഷൻ വൺ ഇലക്ഷൻ കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി പറയപ്പെടുന്നത് പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി വരുന്ന ചെലവാണ്. അതായത് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ഇവയ്ക്കെല്ലാം തന്നെ സ്വന്തമായിട്ടുള്ള നിയമസഭകളുണ്ട്, തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള നിയമസഭകളുള്ള യൂണിയൻ ടെറിട്ടറികളുമുണ്ട്. അതുകൂടാതെ കേന്ദ്ര സർക്കാരുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം തന്നെ വളരെ കാര്യമായിട്ടുള്ള സമയമുണ്ട്, പണച്ചെലവുണ്ട്. ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒരേ സമയം തന്നെ നടത്തിക്കഴിഞ്ഞാൽ ചെലവിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം പകുതി കണ്ടെങ്കിലും കുറയ്ക്കാൻ കഴിയും എന്നുള്ള ഒരു അസംഷനാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് പറയപ്പെടുന്നത്. രണ്ടാമത് അനുബന്ധമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങളാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിൽ കുറേയധികം ഉദ്യോഗസ്ഥരുടെ വിന്യാസം ഉണ്ടാകണം. അതേപോലെ തന്നെ സുരക്ഷാ സൈനികരുടെ, പോലീസായാലും കേന്ദ്രസേനയാണെങ്കിലും ഒക്കെ തന്നെ വിന്യസിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പും കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുന്നതിനെ ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും അതുവഴി വീണ്ടും ചെലവ് കുറയ്ക്കുകയും ആൾക്കാരുടെ സൗകര്യമൊക്കെ പരിഗണിക്കുകയും ചെയ്യാം എന്നുള്ള ഏറ്റവും വലിയൊരു ഗുണം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നുണ്ട്. മൂന്നാമത്, ഭരണപരമായിട്ട് നിലവിലുള്ള ഒരു പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ കേന്ദ്ര സർക്കാർ പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കുറേയധികം റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് മേലും സംസ്ഥാന സർക്കാരുകൾക്ക് മേലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കുറേയധികം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ സംസ്ഥാനങ്ങളിലേക്കുള്ള എന്തെങ്കിലും വികസന പദ്ധതികളൊന്നും തന്നെ പ്രഖ്യാപിക്കാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ ഉള്ള പല വികസന പദ്ധതികളുടെയും നടത്തിപ്പൊക്കെ തന്നെ മെല്ലപ്പോക്കിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതുമൂലം 1/2 ഡസനോളം തെരഞ്ഞെടുപ്പുകൾ ഒരു വർഷം നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും കാര്യമായിട്ടുള്ള കാലതാമസം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ വികസനം ജനങ്ങളിലേക്ക് എത്തുന്നതിന് പലപ്പോഴും ഇടയ്ക്കിടെ വരുന്ന തെരഞ്ഞെടുപ്പുകൾ വിഘാതമാകുന്നുണ്ട് എന്നുള്ള ഒരു പോയിന്റും ഇതിന് പിന്നിലുണ്ട്. ഇത് മൂന്നും വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന കോൺസെപ്റ്റിനെ സ്വീകരിക്കാനുള്ള മതിയായിട്ടുള്ള കാരണങ്ങളാണ് എങ്കിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും പല ദുർഘട പ്രതിസന്ധികളും ഈ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് കുറയ്ക്കുക എന്നതോ അല്ലെങ്കിൽ സൈനികരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വിന്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇനി അതല്ല കേന്ദ്ര പദ്ധതികളുടെയോ സംസ്ഥാന പദ്ധതികളുടെയോ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാലതാമസമാണ് എങ്കിലും അതിനെയൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പുകളെ ഒന്നിച്ചാക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്നുകൂടി പരിഗണിക്കേണ്ടതായിരുന്നു. ഉദാഹരണത്തിന് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സാങ്കേതിക വിദ്യയെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതേപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പാലിക്കേണ്ടതായിട്ടുള്ള പല നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള പല പദ്ധതി പ്രഖ്യാപനങ്ങളുണ്ട്, അതിൻ്റെ നടത്തിപ്പുണ്ട്. ഈ കാലയളവ് എന്ന് പറയുന്നത് ചുരുക്കാനായിട്ട് സാധ്യമാണോ എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്ത് തരത്തിലുള്ള പദ്ധതികളാണ് ആ സമയത്ത് പ്രഖ്യാപിക്കാൻ പാടില്ലാത്തത്? ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക പാക്കേജാണോ? അതല്ല എങ്കിൽ ആ കാലപരിധിയിൽ കേന്ദ്ര സർക്കാരിന് എത്രത്തോളം ഇളവ് നൽകാം? എത്ര തുക വരെയുള്ള പദ്ധതികൾ ആ സമയത്ത് പ്രഖ്യാപിക്കപ്പെടാം? ഏതെങ്കിലും പദ്ധതികൾ പല ഘട്ടങ്ങളിലായി നടപ്പാക്കാനായിട്ട് സാധിക്കുമോ? തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ള പരിഗണനകളൊന്നും തന്നെ കാര്യമായിട്ട് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണാം. അപ്പോൾ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ ഒരു ജനാധിപത്യത്തിലുള്ള ഭരണക്രമത്തിൻ്റെ ഭരണനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എന്ന കാര്യത്തിലൊന്നും തന്നെ ഒന്നിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്കുള്ള മറ്റു മാർഗ്ഗങ്ങളോ സാങ്കേതികതയോ ഇവിടെ കാര്യമായി പരിഗണനാ വിഷയമായിട്ടില്ല എന്നുള്ളതാണ് ഇതിലുള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. ഇനി ഇതിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മളെപ്പോലെ വളരെ വോളറ്റൈലായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാർ അതിൻ്റെ കാലാവധി പൂർത്തിയാക്കണമെന്നില്ല.
നമ്മളിപ്പോൾ പലപ്പോഴും കർണാടകയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ബീഹാറിലുമൊക്കെ തന്നെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ രീതിയിലുള്ള കാര്യങ്ങളാണ്. ചില പാർട്ടികൾ, ചില വ്യക്തികളൊക്കെ തന്നെ കൂറുമാറുന്നു. അവർ ഒരു പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വീണ്ടും ഒരു ഫ്ലോർ ടെസ്റ്റ് വേണ്ടി വരുന്നു. ചില സർക്കാരുകൾ വീഴുന്നു, മറ്റു ചില സർക്കാരുകൾ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ചെറിയ കക്ഷിയിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സർക്കാർ വീഴാൻ ഇടയായാൽ അത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് സർക്കാർ വീഴുന്നതായിരിക്കാം, ഒരു സർക്കാർ സ്വയമേവ രാജിവെച്ച് പോകുന്നതാകാം, അതല്ല എങ്കിൽ ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതാവാം. ഇനി അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങളും ഉണ്ടാകാം. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വ്യക്തി, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ഇനി അതല്ല എങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ മരണമുണ്ടാകാം. അപ്പോഴൊക്കെ തന്നെ ബൈ ഇലക്ഷൻ എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പല സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ചില മണ്ഡലങ്ങളിൽ മാത്രമായോ ഒരു സംസ്ഥാനത്തിൽ ഒന്നാകെയോ തെരഞ്ഞെടുപ്പുകൾ അനിവാര്യമായി വരുന്ന ഒരു ഘട്ടമുണ്ടാകാം. അത് ഒരുപക്ഷെ നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സർക്കാർ 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപായിരിക്കാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാനായി നിലവിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്താണെങ്കിലും അതല്ല എങ്കിൽ ഒരു പൊതു ഇലക്ഷൻ നടക്കുന്ന സമയത്താണെങ്കിലും അടുത്ത കോമൺ ആയിട്ട് വരുന്ന ജനറൽ ഇലക്ഷൻ വരെ മാത്രമേ ആ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിക്കോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കോ കാലാവധി ഉണ്ടാവൂ എന്നാണ്. എന്നുവെച്ചാൽ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാർ 4 വർഷം കഴിയുമ്പോൾ അത് വീഴുകയാണ് എങ്കിൽ പിന്നീട് നടക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് വഴി അധികാരത്തിലെത്തുന്ന സർക്കാരിന് 1 വർഷത്തെ കാലാവധി മാത്രമാവും ഉണ്ടാവുക. ആ 1 വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിൻ്റെ ഒപ്പമായിട്ട് ആ സംസ്ഥാനം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും. ഒരുപക്ഷെ 5 വർഷ കാലയളവിൽ ഏതെങ്കിലും ഒരു 4-5 സർക്കാരുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ദുര്യോഗം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അവിടെ രണ്ടാമത് ഒരു തെരഞ്ഞെടുപ്പ് കൂടി ചെറിയ കാലഘട്ടത്തിലേക്കാണെങ്കിലും നടത്തിയാൽ പോലും മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചെലവുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് വൺ നേഷൻ വൺ ഇലക്ഷൻ വരുന്ന സമയത്ത് അതിലൊരു ലാഭമുണ്ട് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഇതിൽ ഗുരുതരമായിട്ടുള്ള ചില പ്രതിസന്ധികളുണ്ട്. ഒന്നാമതായി, നല്ല ഭൂരിപക്ഷത്തിൽ വരുന്ന ഒരു സർക്കാരിന് 5 വർഷം ഭരിക്കാനുള്ള സമയമില്ല. കേവലം 1 വർഷം മാത്രം ഭരിച്ചതിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റായിട്ടുള്ള ഒരു ജനാധിപത്യ സന്ദേശമാണ് നൽകുന്നത്. രണ്ടാമത്, ചില ചെറിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തികമായി വലിയ അവസ്ഥയില്ലാത്ത പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം 3 വർഷമോ 4 വർഷമോ കഴിഞ്ഞ് ഒരു സർക്കാർ വീഴുമ്പോൾ അടുത്ത പരിമിതമായിട്ടുള്ള 1-2 വർഷത്തേക്ക് മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പണമിറക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ആ കാലാവധി കഴിയുന്ന സമയത്ത് വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ അന്നേരം മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഇവർക്ക് വീണ്ടും പണം കണ്ടെത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ദോഷകരമായി ബാധിക്കുന്നത് ചെറിയ പാർട്ടികളെയാണ്, പ്രാദേശിക പാർട്ടികളെയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ പല സർക്കാരുകളെയും നിലനിർത്തുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത്, ഭരണത്തിൽ കൂട്ടാളികളാകുന്നത് ഒക്കെ തന്നെ ചെറിയ ചെറിയ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളാണ്. ഇതിൽ പല പാർട്ടികൾക്കും ഒരു സംസ്ഥാനത്തിന് പുറത്തേക്ക് കാര്യമായിട്ടുള്ള സ്വാധീനശേഷിയൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല. ഇത്തരത്തിലുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടമാണ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പാർട്ടികൾക്ക് പിന്നീട് നിലനിൽക്കണമെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആശയത്തിൻ്റെ പുറത്ത് നിൽക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അവർ വളരെ വലിയ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സപ്പോർട്ട് നൽകി അവരുടെ പിന്തുണയോടുകൂടി അവരിൽ നിന്ന് പണം സ്വീകരിച്ചൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടവും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യ ക്രമം വിഭാവനം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായത്തിനെക്കുറിച്ചല്ല. നേരെ മറിച്ച് ഓരോ പാർട്ടിക്കും അവരവരുടേതായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റേതൊരു പാർട്ടിയെയും പോലെ സ്വതന്ത്രമായിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ നൽകുന്നത്. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനായിട്ട് മറ്റ് എന്തൊക്കെ പോംവഴികളുണ്ട് എന്നുകൂടി ഈ കമ്മിറ്റി ചിന്തിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ആർട്ടിക്കിൾ 356 ഉപയോഗിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം എന്നുള്ളതാണ്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ ക്രമം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തു വിടുന്ന ജനപ്രതിനിധികൾ അവർക്ക് വേണ്ടി ഭരണ നിർവഹണം നടത്തുന്നു എന്നുള്ളതാണ്. അതല്ലാതെ ചില അടിയന്തര ഘട്ടങ്ങളിൽ ഗവർണറോ രാഷ്ട്രപതിയോ ഒക്കെ തന്നെ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നതിനെ എക്സംഷൻസ് ആയിട്ടാണ് കാണുന്നത്. എക്സംഷൻസ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രധാനപ്പെട്ട റൂൾ ആവുകയില്ല എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്തെ ഭരണത്തിനെ അട്ടിമറിച്ചു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അവർക്ക് അതുവഴി ഒരു അൺഡ്യൂ അഡ്വാൻറ്റേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അവരാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിലൂടെ കുറേയധികം കേന്ദ്ര പദ്ധതികൾ ഈ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനും കൂടുതൽ പണം പമ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെ ഒരു ഫ്രീ ബി പൊളിറ്റിക്സ് അവിടെ നടത്തിക്കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും വലിയ ജനപിന്തുണ ആ പാർട്ടിക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് തന്നെ അപ്രസക്തമായി മാറുകയും വലിയ സ്വാധീനശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപക്ഷെ നിരന്തരം ഭരണത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ടും ഭരണത്തിന് യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ലാത്ത സ്ഥലങ്ങളിൽ
പോലും അധികാരത്തിലേക്ക് എത്തുന്നതിനുമൊക്കെ തന്നെയുള്ള ഒരു വളഞ്ഞ വഴിയായിട്ട് ഇത് ഉപയോഗിക്കപ്പെടാം. ഇതിന് പകരമായിട്ടുള്ള ചില പരിഹാര മാർഗ്ഗങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതാണ്. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഒരു സർക്കാർ വീണു കഴിഞ്ഞാൽ ഉടൻ അവർ രാജിവെക്കുന്നതിന് പകരം ഒരു വിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനായിട്ട് പ്രതിപക്ഷത്തിനോട് ആവശ്യപ്പെടാവുന്നതാണ്. ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചാൽ അവർക്ക് അധികാരത്തിൽ വരാം. അതല്ല എങ്കിൽ നിലവിലുള്ള സർക്കാരിന് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അധികാരത്തിൽ തുടരാനുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും നൽകേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ആ രീതിയിലത്തേക്കുള്ള കാര്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളത് ഒരു ന്യൂനതയാണ്. ഇതിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപകടം, നമ്മുടെ ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ട് പരിഗണിക്കപ്പെടുക ദേശീയ വിഷയങ്ങളും സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അത് സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള വിഷയങ്ങളുമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. ഏതെങ്കിലും സമയത്തൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സംഷൻ എന്ന രീതിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പും എല്ലാം തന്നെ ഒന്നിച്ചു വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് പതിവായിട്ടുള്ള ഒരു പാറ്റേണായിട്ട് ഒരു സ്ഥിരം വ്യവസ്ഥയായിട്ട് മാറുകയാണെങ്കിൽ പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട വിഷയം മാത്രം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് വോട്ടർമാരുടെ മനസ്സിൽ. ഉദാഹരണത്തിന്, കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള വളരെ പ്രബലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് അതുപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിലെ ഭരണം നിലനിർത്തുന്നതിനോ പിടിക്കുന്നതിനോ ഒക്കെ തന്നെ സാധിച്ചു എന്ന് വരാം. പ്രത്യേകിച്ച് വളരെ വലിയ സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ ബംഗാൾ പോലെയുള്ള, മഹാരാഷ്ട്ര പോലെയുള്ള, ബീഹാർ പോലെയുള്ള, മധ്യപ്രദേശ് പോലെയുള്ള, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ഭരിക്കുന്ന ഒരു സർക്കാരിന് സാധിച്ചാൽ അവർക്ക് നിസ്സംശയം വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഭരിക്കുന്ന സർക്കാരിന് പ്രതികൂലമായിട്ടും വരാം. ഒരു പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഒരു അഴിമതി ആരോപണമൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് സംസ്ഥാന തലത്തിലുള്ള ഏതെങ്കിലും ഒരു ആധിപത്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പോലും അപ്രസക്തമാകുന്ന രീതിയിലത്തേക്കും ഇതുണ്ടാകാം. അത് പ്രതിപക്ഷത്തിൻ്റെ ശക്തി അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെ, BJPയെയോ കോൺഗ്രസിനെയോ ഒക്കെ തന്നെ ഗുണപരമായിട്ട് ബാധിക്കുന്നു എന്ന രീതിയിലത്തേക്കല്ല മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് അധികാരത്തിലിരിക്കുന്ന പാർട്ടി, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും, അവർക്ക് പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് പറ്റുന്ന രീതിയിലത്തേക്കോ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും സംസ്ഥാനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആൾക്കാർക്ക് എല്ലായ്പ്പോഴും അവരുടെ പ്രാദേശികമായിട്ടുള്ളതും സംസ്ഥാനത്തിൻ്റേതായിട്ടുള്ളതും അതേപോലെ കേന്ദ്രത്തിലേതുമുള്ള വിഷയങ്ങളെപ്പറ്റി കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് ആരാണ് ഇതിൽ ഓരോ സ്ഥലത്തും അധികാരത്തിൽ വരേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മതിയായിട്ടുള്ള സമയം നൽകണം എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യ ക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പുകളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം നൽകുന്നത്. അങ്ങനെ രണ്ട് തെരഞ്ഞെടുപ്പുകളെ വ്യത്യസ്തമായി തന്നെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നത് അതിശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ആവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുറേയധികം വർഷങ്ങളിൽ ഇത് ഒന്നിച്ച് നടന്നിട്ടില്ലേ എന്നുള്ളതോ ഇപ്പോഴും ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇതെല്ലാം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ എക്സംഷൻസ് ആണ്. അല്ലാതെ പൊതുവായിട്ട് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രീതി നിലവിലില്ല. ഈ കാര്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി വളരെ ക്രിയാത്മകമായിട്ടുള്ള മറ്റ് സജഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനമാണ്. ഒരുപക്ഷെ ഇനി പാർലമെൻറ്റിലും പുറത്തുമായിട്ടൊക്കെ നടക്കുന്ന ചർച്ചകളിൽ ഇതിനെല്ലാം തന്നെ പരിഹാരമുണ്ടായേക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഗുണപരമായിട്ടുള്ള പല സൊല്യൂഷൻസും ഉണ്ടാകുന്നത് വരെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന നയത്തിനോട് യോജിക്കാനായിട്ട് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് സാധ്യമല്ല. ചെലവ് എന്നുള്ളതല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അവരെ ആശങ്കാകുലരാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിന് ഉപകരിക്കുന്ന രീതിയിലത്തേക്ക് അതിശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനം, പ്രത്യേകിച്ച് അധികാര വികേന്ദ്രീകരണം ഇത്ര ശക്തമായി നടക്കുന്ന ഒരു രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു തെരഞ്ഞെടുപ്പിലെ വിഷയം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. നിലവിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയോ പ്രതിപക്ഷത്തിലിരിക്കുന്ന പാർട്ടിയോ എല്ലാ കാലവും അതേ സ്ഥാനങ്ങളിലായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിനെ ഫേവർ ചെയ്യുന്ന ആൾക്കാർ നാളെ ഇതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഇന്ന് ഇതിനെ എതിർക്കുന്ന ആൾക്കാർ നാളെ ഇതിനെ അനുകൂലിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിൻ്റെയും അവരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും. നേരെ മറിച്ച് വോട്ടർമാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിലും അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളെ മുൻനിർത്തി കൃത്യമായ രീതിയിൽ ചിന്തിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനമെടുത്ത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഈ ഡെമോക്രസിയെ ഇതിൻ്റെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ എല്ലാ തത്വങ്ങളും ഉൾക്കൊണ്ട് നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിലേക്ക് നിലവിൽ വിഭാവനം ചെയ്ത രീതിയിലുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയം യാതൊരു വിധത്തിലുള്ള സംഭാവനയും നൽകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ അഭിപ്രായം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.